back to our channel Love Family Vlog. So finally നമ്മള് ടെറസ് ഗാർഡൻ ടൂർ ചെയ്യാൻ വേണ്ടി പോയാണ് ഗൈസ്. എത്ര 2 മാസമായിട്ട് നമ്മൾ ചെയ്യാന്ന് ഞാൻ വേറെ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറസ് ഗാർഡൻ ടൂർ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നമ്മളെ ടെറസിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തരാം. സോ ഫൈനലി ഇന്നാണ് ആ ദിവസം വന്നിരിക്കുന്നത്. സോ തുടങ്ങാം. യെസ്, അതിനു മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ആൻഡ് ലൈക്ക് ഷെയർ. യെസ്, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അമ്മ പിച്ചാത്തി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെജിറ്റബിൾ സെക്ഷനിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫ്രൂട്ട് സെക്ഷൻ, വെജിറ്റബിൾ സെക്ഷൻ, പിന്നെ ആയുർവേദിക് സെക്ഷൻ, അങ്ങനെ 3 തരം സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ തലം തിരിച്ചിരിക്കുന്നത് ഗൈസ്. സോ ഫസ്റ്റ് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഒരു സൂമപ്പ് അവിടെ നേരിട്ട് കാണിച്ചു കൊടുത്തേ. ഒരു കാട് പോലെ ഉണ്ടല്ലോ ഗൈസ്, അടിപൊളി. ഇതിൻ്റെ അകത്ത് നിറച്ച് ഈ സെക്ഷൻ മൊത്തം വെജിറ്റബിൾസ് ആണ് കേട്ടോ. സോ ഇവിടെ നമുക്ക് തുടങ്ങാം. ഇത് നമ്മളെ ടൊമാറ്റോ ആണ്. ഇവിടെ നട്ടേക്കുന്ന ടൊമാറ്റോ മറ്റേ നാടൻ ടൊമാറ്റോ അല്ല, വേറെ വെറൈറ്റി ടൊമാറ്റോസിന്റെ സീഡ്സ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. അതാണ് ഇത് മൊത്തം. എന്തോ ഗ്രേപ്പ് ടൊമാറ്റോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി ടൊമാറ്റോ നമ്മളിവിടെ നട്ടേക്കുന്നത്. സോ ഇതെന്ന് ഏത് ഏനോന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ലേ, ഏതോ ഒരു തരം വെറൈറ്റി ടൊമാറ്റോ. പക്ഷെ ഇത് ഏകദേശം വന്ന് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇത് ലെമൺ, ഇത് ചില്ലി. ഇതെല്ലാം ഇപ്പൊ വന്ന് തുടങ്ങില്ല. ഏകദേശം 2 months ആയതുള്ളൂ നമ്മളിതെല്ലാം നട്ടിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ബ്രിഞ്ചോളാണ്, കത്തിരിക്ക, വഴുതന അങ്ങനെയൊക്കെ പറയും. ഇത് പലതരത്തിലുണ്ട്. ഒന്ന് വൈറ്റ് ഉണ്ട്, വയലറ്റ് ലോങ് ഉണ്ട്, ഉണ്ടയുണ്ട്, ഹരിത ഇനമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇനങ്ങളുള്ള ബ്രിഞ്ചോൾസ് ആണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് ഒരെണ്ണം വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നോക്കിയതാ, കിട്ടി നോക്കിയേ, കണ്ട ഇത് ആക്ച്വലി ഇത് ഗ്രീൻ ആണ്. ഇത് ഗ്രീൻ ആണ്. അതേപോലെ തന്നെ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആരോ കടിച്ച് തിന്നിട്ട് പോയിരിക്കുന്നതാണ്. ഇത് രണ്ടും വൈറ്റ്. ഇത്രേ വന്നിട്ടുള്ളൂ. ഇത്രയാണ് ഇപ്പൊ വന്നേക്കുന്നത്. ബാക്കി ലോൺ പ്രോഗ്രസ്. ടെറസ് ഗാർഡൻ ടൂർ അല്ലാതെ വെജിറ്റബിൾ ഹാർവെസ്റ്റും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്കത് ചെയ്യാം. നമുക്കിതെടുക്കാം. ഒന്നേ ഉള്ളൂ, എന്നാലും പൊന്നാണ് നമ്മള്. ഇത് ഏകദേശം വലുതായില്ല, ബട്ട് എന്നാലും നമുക്കിതിനെ ചിലപ്പോൾ വിട്ടാലില്ലേ പറയാൻ പറ്റൂല. മറ്റേ ഈ കടിക്കുന്ന ജീവികളെ തിന്നുകൊണ്ട് പോകും. അതുകൊണ്ടാണ്. ഇതാണ് മണിത്തക്കാളി. എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ റിലേറ്റീവ്സിനൊന്നും ഇത് അറിഞ്ഞൂടായിരുന്നു കേട്ടോ ഇത് മണിത്തക്കാളിയാണെന്ന്. ഇത് കഴിക്കുമ്പോൾ ഇതിന് വിഷമം ഇങ്ങനെയാണ് കേട്ടോ ഈ സാധനം ഉള്ളത്. ഇത് പറയണമെന്ന് വെച്ചാൽ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാന്ന് പറയും. പക്ഷെ ഇത് എനിക്കല്ലാതെ കഴിക്കാനാണ് ഇഷ്ടം. കാരണം ഇത് കഴിക്കുമ്പോൾ ഒരു കിക്ക് കിട്ടും. ഇങ്ങനെ മിറാൻഡിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കിക്കുണ്ട്, അത് എനിക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഇത് ഇപ്പം നട്ടണം കേട്ടോ. ഇതിനെക്കാട്ടിൽ ഇതിൻ്റെ അമ്മ പ്ലാന്റ് ഉണ്ട്, അത് അവിടെ എവിടെ ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മളുടെ ജമന്തി. ഇത് ഒരു പ്ലാന്റ് അല്ല കേട്ടാ, ഏകദേശം നമ്മളൊരു 6 പ്ലാന്റ്. ഇത് ഓറഞ്ചും പിന്നെ അതേപോലെ തന്നെ യെല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒന്ന് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ കാക്കള പ്രാവണമെന്നുണ്ട് എല്ലാം ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊത്തിയിട്ടോണ്ട് എനിക്കത് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ ഒരെണ്ണം രക്ഷപ്പെട്ടു. ഇതാണ് നമ്മൾ നാളെ തിരുവോണം. ബൈ ദ വേ ഹാപ്പി ഓണം. തിരുവോണത്തിന് നമ്മള് ഇതാണ് നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളെ വീട്ടിലെ പൂ, വലിയ പൂ നോക്കിയേ, വലിയ പൂ. ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. ഏകദേശം ഇത് അവിടെ നമ്മളെ ട്രിവാൻഡ്രത്ത് ചാലയില് ഭയങ്കര റേറ്റുള്ള സാധനമാണ് കേട്ടോ ഈ ഓണം ടൈമില്. കഴിഞ്ഞ വട്ടം നമ്മള് ഓണത്തിന് ചാലയിൽ പോയാണ് നമ്മൾ വാങ്ങിച്ചതേ ഗൈസ്. ഇതാണ് നമ്മളെ പയറ്. ഇതെല്ലാം പയറാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ പയറുണ്ടേ. നമുക്ക് പയർ അത് പാണ്ടനല്ല, അത് ചുവപ്പ് പയറ്. പാണ്ടൻ പയർ മറ്റേതാണ് ദോ ഇരിക്കുന്നത്. അതിലോട്ട് ഞാൻ വരും, എല്ലാരും കണ്ണടച്ചോ. ഇത് പാണ്ടൻ പയറില്ല, ഇതാണ് നാരില്ല പയർ. കാണിച്ചു കൊടുക്കാം. നാരില്ല ഞാൻ പറയട്ടെ, ആ സെക്ഷൻ്റെ അല്ല നമ്മളെ പയർ ഗൈസ്. നമ്മളപ്പോ പയറ് ഞാൻ വിടൂല. ഇത് നീളം പയറല്ല, വേറെ എന്തോ തരത്ത് കുറ്റിപ്പയറല്ല, പടരുന്ന പയർ തന്നെ. പക്ഷെ എന്തോ പേരുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇപ്പം ഇതാണ് നമ്മളെ മീറ്റർ പയർ. ഓക്കെ, ഇതിനെക്കാട്ടില് നീളമുള്ളത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ. അത് ഈ വട്ടം ഇല്ല ഗൈസ്, ഇതിനേക്കാളും നീളമുള്ളതുണ്ടായിരുന്നു. നോക്കിയേ, ഇത്രയും ഉണ്ടായിരുന്നു. ഞാൻ തള്ളല്ല പറയണത്, സത്യമായിട്ട്. പിന്നെ എവിടെ ഉണ്ടായിരുന്നു? അതായിരിക്കണം പയർ. ഇത് ഇത്രയും വളരുള്ളൂ, ഇത്രയും സൈസ് ഇത് ഉണ്ടാവുള്ളൂ. ഒരു ഏകദേശം കുറ്റിപ്പയർ പോലെ ഇത് ഇരിക്കുള്ളൂ.
നമുക്കപ്പോൾ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാം. ഈ പയറല്ലാതെ വേറെയും കുറെ വെറൈറ്റി പയറുണ്ട്. അതിന് അപ്പുറത്തെ സെക്ഷനാണ്, അത് അവിടെ എത്തുമ്പോൾ കച്ചറ നമുക്ക് ഇവിടെ തീർക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ല തക്കാളി വെറൈറ്റി ഉണ്ടെന്ന് ഇതുണ്ടാ, ഇതൊരു തരം തക്കാളിയാണ് കേട്ടോ, എന്തോ ഗ്രേപ്പ് ടൊമാറ്റോ എന്നാണ് ഇതിനെ പറയുന്നത്. അതന്നെ കാണിച്ചു കൊടുക്കാം. നോക്കിയേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നിറച്ച് ടൊമാറ്റോ വന്നിട്ടുണ്ട്. ചെറി ടൊമാറ്റോ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രേപ്പ് ടൊമാറ്റോ എന്ന് പറയുന്നുണ്ട്. ഫുൾ ടൊമാറ്റോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഹൈലസാ കൊള്ളാം, അടിപൊളി. അത് കഴിഞ്ഞിട്ട് പാവയ്ക്ക. യെസ്, പാവയ്ക്ക. ഇത് പാവയ്ക്ക, നമ്മളെ പാവയ്ക്കാണ്. ഇത് നമുക്ക് കുറച്ച് പഴുത്തോയി. ഇത് പഴുക്കാനുള്ള മെയിൻ റീസൺ ഞാനാണ്. കാരണം എന്ന് വെച്ചാൽ അമ്മ എൻ്റെ അടുത്ത് കുറേ നാളായിട്ട്, അമ്മയും അച്ഛനും കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ വന്ന് വീഡിയോ ഇടുന്നു. പക്ഷെ എൻ്റെ മടി, അതാണ് മെയിൻ കാരണം. ഫൈനലി ഞാൻ ചെയ്തിരിക്കുകയാണ്. ഇതാ ഇതിനെ പറിക്കാം. ഏതില്? അതിന് തട്ടിവിടല്ലേ, അത് കൊല്ലണം. ഹലോ, ആ അതായിരിക്കും ഗേസ്, വലിയ പാവയ്ക്ക കണ്ട. എവിടെ ഇരിക്കുന്നു? എനിക്ക് അതായിരിക്കണം. ഇത് കുറച്ച് പഴുത്തുപോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതിൽ എന്തോ ഒരു സാധനമുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഇങ്ങനത്തെ ജീവികളാണ്. വേറെന്തോന്നുണ്ട്? അതായിരിക്കണം. ബാ 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 ബാ. ഇത് വലുതാണ് കേട്ടോ, കുറച്ച് വീഴും. സോ ഗൈസ്, നമ്മളെ വീട്ടിൽ ഈ സൈസ് അല്ലാതെ വേറെ ഒരു ഇനമുണ്ട്. കണ്ടോ, ഇപ്പോഴും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാവയ്ക്കാണേ. ഇത് നമുക്ക് പറിക്കാം. ഇതിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത് ഞാൻ പോലും കണ്ടില്ല. ഇത് അച്ഛനാണ് കാണിച്ചത്. വെറൈറ്റി പാവയ്ക്കാണ്, പേര് അറിഞ്ഞൂടാ. കാട്ടുപാവയ്ക്കാണ്. ഇത്രേ വരുള്ളൂ അല്ലേ? ഇത് ഇത്രേ വരുള്ളൂ. ക്യൂട്ടാണല്ലേ? ഇത് എനിക്ക് അച്ഛനാണ് കാണിച്ചത്. ഇത് ഇതായിരിക്കും. നമുക്ക് പറിക്കാം കേട്ടോ, ഇതെല്ലാം പറിക്കാം. അത് വിത്തിനാക്കാം. ഒരെണ്ണം നമ്മൾ വിത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടേ. ഇതല്ല, ഈ കുഞ്ഞായിട്ട് വേറെ ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെയൊക്കെ നിറച്ചുണ്ട് കേട്ടോ. അതോ ഇത് പഴുത്തുപോയി. ജമന്തി ഉണ്ട് കേട്ടോ, ഇവിടെയും കൂടെ ഉണ്ട്. ഇവിടെ ഓറഞ്ച് ജമന്തി ഉണ്ട്, പക്ഷെ അത് മറ്റത്രയും പൂത്ത് തുടങ്ങിയില്ല. പൂത്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ഗൈസ്. ഇത് നിത്യവഴുതനയാണ്. നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട്, ഇപ്പം വന്നിട്ടില്ല. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സ്വന്തം അഹങ്കാരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. നമുക്ക് 2 വട്ടം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ പോയി കാണുക. അവിടെ നമ്മൾ ഒരു ബക്കറ്റ് നിറച്ച് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈമായി വരുന്നുണ്ട് ഗൈസ്. അപ്പം ഓൺ പ്രസ് നമ്മളെ പടവലങ്ങയാണ്. അയ്യോ, അടിപൊളി അങ്ങോട്ട് പാടി. അയ്യോ, ഡെസ്റ്റിനി ഉണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് വേണ്ട, ഞാൻ കുളിക്കാത്ത. സോ ഞാനാണ് പടവലങ്ങ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഗേസ്, നമ്മളെ പടവലങ്ങ കുറച്ചും കൂടെ വലുതാവുന്നു. പക്ഷെ എന്റെ മനസ്സിലാ ത്വര കാരണം ഞാൻ പറിച്ചു. എവിടെ എന്റെ അസിസ്റ്റന്റ്? എവിടെ? കമോൺ. യെസ്, ഓണത്തിന് സാമ്പാർ. നമ്മളുടെ കാന്താരി മുളക്. അയ്യോ, നമ്മൾ അവിടുത്തെ ഒരു മുളക് കാണിച്ചു കൊടുത്തില്ല. നമ്മളെ കാന്താരി മുളകാണ്. കാന്താരി എവിടെ പോയി? എവിടെ? ഇരിക്കണുണ്ട്. ഫുൾ പച്ചപ്പയോണ്ട് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നില്ല. കാന്താരി പറിക്കണ്ട, നമ്മളത് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ അത് പറിക്കുള്ളൂ. പിന്നെ ഇത് ചീര, പച്ചച്ചീര എന്ന് പറയും. പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി ഉണ്ട്, നമ്മളവിടെ കാണിച്ചു തരാം. കരിമ്പ് ഗൈസ്, കരിമ്പ് നട്ട് വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ കരിമ്പ് നടന്നത്. സോ എങ്ങനെ വരും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീൻസ് ആണ് കേട്ടോ, ബീൻസ് ആണെന്ന് തോന്നുന്നു. യെസ്, ബീൻസ് ആണ്. ബീൻസ് മോളിൽ കയറ്റി വിട്ടതേ ഉള്ളൂ. നമുക്ക് കിട്ടിയല്ലേ ഏട്ടാ? നമുക്ക് കിട്ടിയിട്ടുണ്ട് ബീൻസ്. കോവയ്ക്ക. എവിടെ കോവയ്ക്ക കിടക്കണം? അതാ കോവയ്ക്ക. അയ്യോ, കോവയ്ക്കാണ് കാണേണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ കറി വെക്കുന്നത് കോവയ്ക്കാണ് കേസ്. ഞാൻ കോവയ്ക്കാണ് കഴിച്ചു ഞാൻ മടുത്തു. അതാണ് ആദ്യത്തെ സത്യം. കോവയ്ക്ക. ഇത് നീളൻ കോവയ്ക്ക. നമുക്കിവിടെ 2 വെറൈറ്റി ഉണ്ട്. ഒന്ന് നാടനുണ്ട്, ഒന്ന് നീളനുണ്ട്, ഒന്ന് ഭീമനുണ്ട്. അങ്ങനെ 3 തരം വെറൈറ്റി ആണ് കേസ് ഉള്ളത്. ഇത് അല്ല, ഭീമനുണ്ട് അവിടെ. ഇത് നാടൻ കോവയ്ക്ക. ലോങ് കോവയ്ക്ക, നീളൻ കോവയ്ക്ക ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ബീൻസ്. വേറെ എന്തോന്നുണ്ട് കാണിക്കാൻ? അയ്യോ, ഒരു മിനിറ്റ്. ഇത് ഇഞ്ചി. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീര. ഇത് ഇവിടെ കുറേ ഉണ്ട്. നമ്മളിവിടെ കൂടുതൽ ഏറ്റവും വീട്ടിലുള്ളത് ചീരയും കോവയ്ക്കയും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഇത് എന്താണ്?
മൈലാഞ്ചി. സത്യം പറഞ്ഞത് എത്ര മൈലാഞ്ചി അവിടെ വേറൊരു വലിയ മരമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് അത് ചുമക്കണില്ലാന്ന്. അതുകൊണ്ട് അമ്മ വല്യമ്മരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മൈലാഞ്ചി കമ്പ് ഭാഗ്യത്തിന് പൊടിച്ചത് 3ാമത്തെ ട്രൈയിലാണ് പൊടിച്ചത്. പിന്നെ ഇത് ശംഖുപുഷ്പം. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭ്രാന്തുള്ളത് അമ്മയ്ക്കാണ്. ഈ ശംഖുപുഷ്പത്തിന്റെ ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ കണ്ടെടുത്തല്ലെങ്കിൽ ശംഖുപുഷ്പം നട്ട് വളർത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും ഇല്ല. കാരണം ഇതിപ്പോ ഒന്നല്ല, ഇനി കുറെ കാടുള്ള സ്ഥലം അവിടെ ഉണ്ട്. ശംഖുപുഷ്പം കുറെ നിറച്ച് കാടായിട്ട് അവിടെ ഉണ്ട്. ഇത് ഇതേപോലെ ഒരു തരം യെസ്. അയ്യോ അസിസ്റ്റന്റ് എന്റെ മുളക് പറിച്ച്. യെസ്, നമ്മളെ പച്ചമുളക്. ബൈ ദ വേ ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് പച്ചമുളക് കാണിക്കാൻ. അതന്നെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചിട്ട് വരാം. അഗസ്ത്യ ചീരയൊക്കെ ഉണ്ട്. യെസ്, നമ്മളെ അയ്യോ തക്കാളി. അയ്യോ ഈ തക്കാളി ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഏതൊരു വെറൈറ്റി തക്കാളിയാണ്. ഇത് പച്ചമുളക്, നമ്മളെ പച്ചമുളക്. ഇതും കൂടെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ടൊമാറ്റോ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഞാൻ ഇടും കേട്ടോ. ഇത് പഴുത്തുന്ന ശേഷം എന്തായാലും ഇടാം. ഇത്രയും പച്ചമുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ കുറെ നേരത്തെ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ തക്കാളി കണ്ടല്ലോ, എൻ്റെ വെറൈറ്റി തക്കാളി കാണിച്ചോട്ടെ. വെറൈറ്റി തക്കാളി ഇത് ചെറു തക്കാളിയാണോ എന്തോ, എന്താണെന്ന് പോലും മനസ്സിലായി. എന്തൊക്കെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഞാനിങ്ങനെ എല്ലാ വെറൈറ്റീസും സീഡ്സ് ഒക്കെ കയറി വാങ്ങും. വെജിറ്റബിൾസ് ആണെങ്കിലും വാങ്ങും. പിന്നെ ഇവിടെ കാണിക്കാം. ഇത് നമ്മളെ മഞ്ഞളാണ്, മുഖത്തേക്കണ മഞ്ഞളാണെന്ന് തോന്നുന്നു, കസ്തൂരി മഞ്ഞൾ. പിന്നെ ഇത് ചീര, പിന്നെ യെസ്, പിന്നെ കൃഷ്ണ തുളസി, ഇനി വെങ്ങേരി വഴുതന. ഈ വെങ്ങേരി വഴുതന എനിക്ക് തോന്നുന്നു ഇതിന്റെ കാലം കഴിയാറായി, ഇത് മരിക്കാറായി ഗൈസ്. അതാണെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. നേരത്തെ ഇത്രയും വലുപ്പത്തിൽ കിട്ടിയിരുന്ന സാധനം ഇപ്പം ഇത്രേ വരുന്നുള്ളൂ. ഇത് ഞാൻ പറയല്ലേ കുറച്ച് പഴുത്തത് ഞാനാണ് കാരണം. ബിക്കോസ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാനേ സമ്മതിച്ചില്ല. ഇതും കൂടെ എടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ നിന്ന് ശരിയാവില്ല. നമ്മളെ ചെടിയിൽ എത്ര മാത്രം ജീവികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആ യെല്ലോ സാധനം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ എല്ലായിടത്തും ജീവികളാണ്. ഇതാണ് ഗൈസ് നിത്യവഴുതനയുടെ മരം. ഇത് നിത്യവഴുതന മാത്രമല്ല കേട്ടോ, ഇതിൽ മുന്തിരിയും കൂടെ ഉണ്ട്. എല്ലാം കൂടെ കൊളാപ്സ് ചെയ്യാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ഒരു കാട്ടിൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. ഇനി അടുത്ത് നമ്മൾ പോണ വെണ്ടയ്ക്ക സെക്ഷനിലാണ് ഗൈസ്. ഇതുണ്ടോ വെണ്ടയ്ക്ക. ഇത് ചുവപ്പ് റെഡ് കളർ വെണ്ടയ്ക്കയാണ്, റെഡ് കളർ ലേഡീസ് ഫിംഗർ. അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യും. ഭയങ്കര വലുത്, ചീത്തയാവാതിരിക്കും. അയ്യോ എൻ്റെ കൈ മുള്ളു ഭയങ്കര വലുത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ഇത് സാധാ ഗ്രീൻ കളറാണ്. ഏതിരിക്കുന്നു? എവിടെ ഇരിക്കുന്നു? ഓ ദായിരിക്കുന്നു കേസ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുന്നു. പറിക്കാമേ. നമുക്കൊരുത്തി എന്തോ ചെയ്യണം നോക്കിയേക്കെ അവിടെ. ഇതേക്ക് എങ്ങനെ ഇത് മുറ്റി കേട്ടോ. അയ്യോ ഇത് നമ്മ വെണ്ടയ്ക്കൊക്കെ വിത്തിട്ടതാണോ? ഇത് നമ്മളെ ഇത് സാധാ ഗ്രീൻ കളർ വെണ്ടയ്ക്കാണേ. ഗ്രീൻ കളർ. ഇതെല്ലാം നിത്യവഴുതനയാണ് ഗൈസ്. ഇങ്ങോട്ട് ഇരിക്കുന്ന എല്ലാം നിത്യവഴുതനയാണ്. ഇതിന്റെ സീസൺ കഴിഞ്ഞു, ഇനി പുതുതായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമ്മൾ പയർ, വീണ്ടും പയറാണ്. ഇത് കണ്ടാ, ഇത് വയലറ്റ് പയറാണ് കേട്ടോ. ഇത് വയലറ്റ് പയറാണ്. പിന്നെ അതേപോലെ വേറൊരു സാധനമുണ്ട്. ഇത് എത്ര പേരെ വീട്ടിലുണ്ട്. ഇതിന്റെ പേരാണ് നാരില്ല പയർ എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് നാരില്ല പയർ എന്ന് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാരില്ലാത്തോണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ബട്ട് ഇതിന്റെ പേര് നാരില്ല പയറാണെന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു പയറുണ്ട്. ഇത് ആരുടെയൊക്കെ വീട്ടിലുണ്ട്. ഇതാണ് പാണ്ടൻ പയർ. വെറൈറ്റി ഉണ്ടല്ലേ പാണ്ടൻ പയർ. അതും കൂടെ നമുക്ക് പറിക്കാം. നിറച്ചു ഉറുമ്പുകളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവന്മാർ ഇവിടെ. ഇതും കൂടെ അപ്പൊ ഒരു ഉറുമ്പിൽ കൂട് നോക്കിയേ, കണ്ണിച്ചെടുത്താ. ഇതാ ഉറുമ്പിൽ കൂട്. എന്റെ പൊന്നേ, ഇങ്ങോട്ട് വാ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോണാണ് ഇത്. ഇതുണ്ട്, അതാ കോൺ വന്നിട്ടുണ്ടേ. കോൺ വന്നിട്ടുണ്ട്, കോണുണ്ട്. പിന്നെ ഇതാണ് കേശവർദ്ധനി കേട്ടോ. ഇതാണ് കേശവർദ്ധനി. ഇത് തലമുടിക്കൊക്കെ നല്ലതാണെന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ വയലറ്റ് കളർ ചില്ലി, അതിപ്പോ ഇല്ല, നമ്മൾ നേരത്തെ പറിച്ചോണ്ടില്ലേ. പിന്നെ വേറെ ഇവിടെ എന്താ, ഇതാണ് നമ്മളെ കരിമഞ്ഞൾ ഗൈസ്. കരിമഞ്ഞളാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിറച്ച് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ കാണിക്കൊണ്ട് വെച്ചെന്ന് മറ്റേ ഇതിവിടെ പോയി. പിന്നെ ഇത് നമ്മളെ ചേന ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഏട്ടാ. ചേന ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അല്ല നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലുത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കാണിക്കണം ഗൈസ്. ഇതെന്താ മുന്തിരി, കൊളകളാ മുന്തിരി കിടക്കുന്നുണ്ടോ? കൊളകളാ മുന്തിരി. ഇതിനകത്ത് ഇവിടെയും കൂടെ ഉണ്ട്. ഇവിടെ എനിക്ക് എവിടെയോ ഒരു ഇരിക്കുന്നു മുന്തിരി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ, ഇതായിരിക്കണം. അത് പൂ വരുന്നതേ ഉള്ളൂ. കണ്ട, ഇത് പൂ വരുന്നതേ ഉള്ളൂ.
സോ അങ്ങനെ നമുക്ക് മുന്തിരി, ഇവിടെ മുന്തിരിക്ക് വേണ്ടിയാണ് അച്ഛൻ പന്തലിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കോവയ്ക്കേര സെക്ഷൻ എന്ന് പറയുന്നത്. കോവയ്ക്ക് ഇവിടെ മാത്രമല്ല, അത് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. അവിടെ മൊത്തം കോവയ്ക്കുകളാണ്. പിന്നെ ഇവിടെ കോവയ്ക്കുണ്ട്. അത് കഴിഞ്ഞിട്ടിങ്ങ് വാ, ഇവിടെ വാ. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ വേണ്ടി പറ്റൂല, ബിക്കോസ് ചാടിയാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊക്കെ അമ്മയുടെ സെക്ഷൻസ്. അതിൽ ചേമ്പുണ്ട്, പിന്നെ മറ്റേ ചേനകൾ, കിഴങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാർത്തികയ്ക്കൊക്കെ വെക്കുന്ന കുറേ കിഴങ്ങൾ, അതൊക്കെ ഉണ്ട്. കാച്ചിൽ, യെസ്, കാച്ചിൽ, നടുകഴുകി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊക്കെ അമ്മയുടെ സെക്ഷൻസ് ആണ്. ഇനി ഓടിവാ, ഇനി ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വന്ന സ്ഥിതിക്ക് ഇവിടെയും കൂടെ കാണിച്ചു കൊടുക്കാം. യെസ്, കമോൺ. ഇവിടെ ഇതാണ് നമ്മളുടെ മലബാർ സ്പിനാച്ച്. ഇത് എത്ര പേര് വീട്ടിലുണ്ടാവും എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇത് മലബാർ സ്പിനാച്ച് എന്ന് പറയും. പിന്നെ എന്തുവാ, പിന്നെ ഒരു ആയുർവേദിക് പേര് മറന്നു, അറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്തൊന്ന് കാണിച്ചു, അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തോന്നാണെന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ശംഖുപുഷ്പം, വീണ്ടും അമ്മയുടെ ശംഖുപുഷ്പം. പിന്നെ ഇത് വല്യമ്മ കൊടുത്ത ഒരു സാധനമാണ് ഗൈസ്, എന്തോ തെങ്ങ് പോലെയൊക്കെ വളർന്ന ഒരു സാധനമാണ്, ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇത് കേശവർദ്ധനി, ഇത് ചീരച്ചേമ്പ്, ഇങ്ങനെ ചീരച്ചേമ്പ്. പിന്നെ ഇങ്ങനെ ഓർണമെന്റൽ പൈനാപ്പിൾ കാണിച്ചു തരാം. ഇതാണ് ഓർണമെന്റൽ പൈനാപ്പിൾ. ഇതിൻ്റെ മുകളിലാണ് ഈ പൈനാപ്പിൾ വരുന്നത്, അത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ചങ്ങലപ്പരണ്ട കാണിച്ചു തരാം. ചങ്ങലപ്പരണ്ട, ആ ചങ്ങലപ്പരണ്ട കണ്ട. പിന്നെ ഇത് പൈനാപ്പിളാണ്. നമ്മൾ ഈ കഴിച്ച പൈനാപ്പിളില്ലേ, അത് നമ്മളെടുത്തിട്ട് അമ്മ വെട്ടി വെച്ചിട്ട് ഇങ്ങനെ വച്ചേക്കുന്നതാണ്. ഇത് അവകാഡോ. ഇത് എന്തുകൊണ്ട് കായ്ക്കാത്തെന്ന് എനിക്കറിയണ്ട. ഏകദേശം 2 വർഷമായില്ലേ, 2 വർഷമായിട്ട് ഈ മരമായിട്ട് തന്നെ നിൽക്കുന്നത്. ഇതിൽ കാ പറഞ്ഞാൽ എന്നും ഇവിടെ പരാതിയാണ്, വലിയ കാ തരും. പക്ഷെ എന്ത് പറയും, തരണേയില്ല. പക്ഷെ എന്തായാലും ഇവൻ തരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇത് അവകാഡോ. പിന്നെ ഇപ്പോൾ ഒരു ചീര കാണിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്കിന്നെ ചിരി പറഞ്ഞ്, ഇതെന്തോ സാമ്പാർ ചീര എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നത്. പക്ഷെ ഇത് ഇങ്ങനെ എല്ലാവരും ഇരുന്നത്, നല്ല രീതിയിലാണ് ഇരുന്നത്. പക്ഷെ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് അതിങ്ങനെ ആയിപ്പോയതാണ് ഗൈസ്. ഐ എം ദ സോറി അല്ല. പിന്നെ വേറെ എന്തോന്നുണ്ട്, ഇത് ഗൈസ്, എൻ്റെ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയണ്ട. വല്യമ്മ തന്നു, നമ്മൾ നട്ടു വെച്ചു. നല്ല ഭംഗിയായിട്ട് വല്യമ്മ തന്നതാണ്. നല്ല മണമുണ്ട്. ഇത് പാരിജാതമാണോ അല്ലാന്ന് തോന്നുന്നല്ലേ, എന്തെന്നാണ്. ഇതും അറിയുന്നവരെന്നെ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ അഡിനിയം. ഇപ്പം നട്ടു വെച്ചേക്കണേ ഉള്ളൂ, വരും. ഓർക്കിഡ്, 2 ഓർക്കിഡ്. കളർ എനിക്കൊന്ന് വയലറ്റ് ആൻഡ് വൈറ്റ് മിക്സാണ്. അതിനിട്ടിപ്പാ ഞാൻ കുറച്ച് സ്പീഡപ്പ് ആവാനുള്ള കാരണം രാത്രി വൈകുന്നേരം ആവാറായി, ഞാൻ ഇരുട്ടി തുടങ്ങി, അതുകൊണ്ടാണ് സ്പീഡപ്പ് ചെയ്യുന്നത്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആണ് കേട്ടോ, അല്ലേ. ഇത് എനിക്ക് തന്നത് വല്യമ്മയാണ് ഗൈസ്. എനിക്ക് പിന്നെ ഇതും അതേപോലെ, ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, കുഴിപ്പുലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും എന്തോ ഒരു ഓർണമെൻ്റൽ ചെടിയാണ്, പ്ലാന്റ്സ്. പിന്നെ തുളസിയുണ്ട്. ഇവിടെ വീട്ടിൽ തുളസി നിറച്ച് കാണും. ഇതേപോലെ കുറേ സ്ഥലത്ത് തുളസിയിൽ അങ്ങിങ്ങായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ബുക്കും. പിന്നെ ഇനി ഈ സെക്ഷൻ കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ആയുർവേദിക് സെക്ഷൻ എന്ന് ഞാൻ പറയും. ചിലവരൊന്നും അത് പറയൂല, ബിക്കോസ് എല്ലാം മിക്സപ്പ് ആയിട്ട് ഇരിക്കും. പക്ഷെ കൂടുതലും ആയുർവേദിക്കാണ് ഇരിക്കുന്നത്. ഇത് ചേന ആയുർവേദിക്കല്ല, നമ്മളെ മിക്സപ്പാണ് ഗൈസ്. ഇത് മരിച്ചിനി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ നീ ഇട്ടിട്ടുണ്ടോ? ഇടാൻ പോണതേ ഉള്ളൂ, ഭയങ്കര ഡിലേ ആണ് അതാണ്. അപ്പോൾ ഇത് മരിച്ചിന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഭയങ്കര രീതിയിലൊക്കെ പ്രതീക്ഷിച്ചു 1 കിലോ മരിച്ചിന് മാത്രം നമുക്ക് കിട്ടിയുള്ളൂ. നമ്മൾ പക്ഷേ 4 മൂടി മരിച്ചിനെ എടുത്തപ്പം. പിന്നെ ഇതെന്തോന്നാണ്, ഇത് പൂവയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ചെറുതായിട്ട് വളരുന്ന നമ്മളെ കത്തിരിക്ക. ഇതിലേക്ക് നീരെന്തെന്നറിയുമോ? ഇതാണ് പ്രകൃതി മഞ്ഞളോ അങ്ങനെ എന്തോണോ ഒരു മഞ്ഞളുടെ പേരാണ്. ഇത് മൊത്തം ആ 2 ബാരലും അതാണ് മഞ്ഞൾസാണ്. ആ 2 ഭാഗവും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് കണ്ട നമ്മളെ വാഴ, ഇത് ഏത്തൻ വാഴയല്ല അമ്മ, ഏത്തൻ വാഴ നമുക്ക് 2 വട്ടം കിട്ടി. കുഞ്ഞു വാഴയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിടിലാണ്. പിന്നെ ടെറസിലൊരു തെങ്ങില്ലെങ്കിൽ എന്താണത്, തെങ്ങ് ഗായ്സ്, പ്രസന്റിങ് യു തെങ്ങ് ഓഫ് അവർ ഫാമിലി. അമ്മ ഇപ്പം എൻ്റെ മൂടൊക്കെ കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. എനിക്കൊന്ന് തേങ്ങ തരും, അല്ല കോക്കനട്ട് തരും. ഗൗളിയാത്ര എന്നാണ് അമ്മ പറയണത്, നമുക്ക് കണ്ടറിയാം. പിന്നെ സോറി ഗൈസ്, ഇത് കണ്ട നിങ്ങൾക്ക് ഉണങ്ങിയ ആമ്പലിനാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. രാവിലെ നല്ല രീതിയിൽ വിരിഞ്ഞിരുന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്കൊന്ന് വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇതായത്. ഇത് അസോളയാണ്, എന്നിട്ട് നമ്മൾ അസോള ഇട്ടിട്ടുണ്ട്. അസോള ഇത് എനിക്ക് തോന്നി ഇത് താമരയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ആരോ ഫ്രീ ആയിട്ട് തന്നതാണ്, ഞാൻ ചോദിച്ചൊന്നുമില്ല, അങ്ങ് എടുത്തോണ്ട് വന്നു. പിന്നെ അപ്പുറത്ത് ഇത് കാണിച്ചു കൊടുത്തേ, ഫുൾ കാടാണ്. അപ്പുറത്ത് എനിക്കൊന്ന് വയലറ്റ് കളർ ആമ്പലാണ്, നല്ല ഡാർക്ക് വയലറ്റ് കളർ ആമ്പലാണ്. അതിൻ്റെ അകത്ത് ഗപ്പി മീനുണ്ട്. ഗപ്പിനിയല്ല, ഗപ്പി.
അയ്യോ നിങ്ങൾ മുട്ട് പറഞ്ഞ കാണിച്ചെടുത്ത് ഈ ആമ്പലിന്റെ മുട്ട് പറഞ്ഞ മുട്ട് പറഞ്ഞു ഗൈസ് 2 മുട്ട് ഇതിന്റെ അകത്തുണ്ട് ഗപ്പി ഗപ്പി കുഞ്ഞുങ്ങള് കാണിച്ചാ ഗപ്പി ഇതിലൊക്കെ നിറച്ച് ഗപ്പി കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ റോസ് സെക്ഷൻ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആയുർവേദിക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതൊന്നും വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഫുൾ മിക്സപ്പ് ആണ് കേസ്. ഇത് നമ്മുടെ റോസ് ആണ് കേട്ടോ, പനി റോസ്. പിന്നെ ഇത് ഇത്രയേ കാണുള്ളൂ. ഇതൊരു പിങ്ക് കളർ ഇങ്ങനെ കുഞ്ഞ് റോസാണ് ഇത്. പിന്നെ ഇതാ വെള്ള റോസ്, പക്ഷേ അടിപൊളി. നോക്ക്, വൈറ്റ് റോസ്, കുഞ്ഞ് ടേബിൾ റോസ് കണക്കാണ് ഇരിക്കുന്നത്. അടിപൊളി അല്ലേ? പിന്നെ ഇത് ഏകദേശം പിങ്ക് ആയിട്ട് ഇത്രയും വലുതായിട്ട് വരും കേട്ടോ. ഇത്രയും വലുതായിട്ട് വരുന്ന ഒരു പിങ്ക് കളർ റോസാണ് ഇത്. ഇതാണ് നമ്മളെ ലില്ലി. ഇത് വന്നിട്ടില്ല, ഇങ്ങനെ ഇത്രയും വലുതായിട്ട് വയ്ക്കുന്ന ലില്ലി പൂവില്ലേ, അതാണ് കേട്ടോ ഇത്. ഇത് ഏകദേശം വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാമ്പിൻ സാധനം പോലെ ഇരിക്കുന്നത്. അതിന് എന്തോ പഴുതാരച്ചെടി. ഇതാണ് ഗൈസ് പഴുതാരച്ചെടി. പഴുതാര കടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇല എടുത്ത് ഇങ്ങനെ വെച്ചാൽ പഴുതാരയുടെ ആ വിഷം ഇറങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതാണ് ആടലോടകം. തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത് ആടലോടകം. പിന്നെ ഇത് ഒരു തരത്തിൽ വെറൈറ്റി നവരയാണ് കേട്ടോ. നമ്മൾ പച്ചക്കള നവര കണ്ടിട്ടില്ല, അതിവിടെ ഉണ്ട്. അതിവിടെ ഉണ്ട്. അല്ല, ഇത് വെറിഗേറ്റഡ് നവരയാണ്. ഇത് എന്തിന്റെ ഔഷധമാണ്? ഇത് എന്താ ഔഷധമാണെന്ന് മാത്രമേ അറിയാം. അല്ല, ഭംഗിക്കേട്ട് വെച്ചേക്കണമെന്നാണ്. എന്തായാലും സെയിം മണം എല്ലാം. പിന്നെ ഇത് നെല്ലൊന്നുമല്ല ഗൈസ്. ഇതാണ് മാസങ്ങളായിട്ട് മുക്തി നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന രാമച്ചം. 6 മാസമായി ഇപ്പോഴും നമ്മൾ ആരും പറിച്ചിട്ടില്ല. കാരണം ഇവിടെ ആർക്കും സമയമില്ല രാമച്ചത്തിന് ഇവിടെ എടുത്ത് പുറത്തെടുക്കാൻ. അതുകൊണ്ട് ഇത് രാമച്ചം എന്തായാലും ഈ ഇതിനും അത് ഹാർവെസ്റ്റ് ചെയ്യണം. രാമച്ചം എന്തായാലും ഹാർവെസ്റ്റ് ചെയ്യും ഉറപ്പാണ്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് ബിഗ് റോസ് ആണ് ഗൈസ്, ബിഗ് റോസ് ഇത്. പിന്നെ ഇതിനിടയ്ക്ക് ഈ ചെടി എന്തോന്ന് പറഞ്ഞത് ഇവിടെ, ഇതൊക്കെ അമ്മയുടെ കലാവിരുന്നാണ് ഗൈസ്. സത്യമായിട്ട് അമ്മ എല്ലായിടത്തും ഇങ്ങനെ നട്ടു വെച്ചേക്കും. പിന്നെ ഇതാ ഉള്ളി വന്ന് നിങ്ങൾക്കൊരു വെറൈറ്റി റോസ് കളർ കാണിച്ചു തരാം. അത് അങ്ങോട്ട് അകത്ത് നോക്കിയേ, അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഫുൾ നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അതുകൊണ്ട് കണ്ടാ ഒരു ഓറഞ്ചും എന്തോ ലൈറ്റ് സ്കിൻ കളർ പോലെ ഇരിക്കുന്ന ഒരു പൂ. അതല്ല, അങ്ങ് അറ്റത്ത് നോക്ക്, ഇരിക്കുന്നു. ഈ പൂവിനെ കാണിച്ചു കൊടുത്തു. കണ്ട ഗൈസ്, അടിപൊളിയല്ലേ? ഇതാണ് ആ കളർ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളറ്. ഇതാണ് സൗഹൃദ ചീര. നമ്മൾ ചീര വെച്ചിട്ടുണ്ടമ്മ? ഇത് വെച്ചാൽ ഉറപ്പന്നല്ലേ? എല്ലാം കൂടെ കറി വെച്ചിരുന്നോണ്ട് ഇതിൽ ഏതൊക്കെ യഥാർത്ഥ രുചി എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാം കൂടി ഇട്ടാണ് കറി വെച്ചിരുന്നത്. ഇത് സൗഹൃദ ചീര. ഇതിൽ വീണ്ടും ചെയ്യാനാ. ഈ അമ്മയെ കൂട്ടി ഞാൻ തോറ്റ് ഗൈസ്. ഫുൾ എല്ലായിടത്തും നിന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ഈ കനകാംബരം എന്ന് പറയുന്നതും. അച്ഛൻ ബേസിക്കലി തമിഴിയൻ ആയതുകൊണ്ട് അവർ ഇതിലൊക്കെ ഇങ്ങനെ ഈ ഒരു പൂ തലയിൽ വെക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പണ്ട് കുഞ്ഞിൽ വെച്ചിട്ടുണ്ട്, ഇപ്പം വെച്ചിട്ടില്ല. കാരണം അത്രയുള്ള കെട്ടാനുള്ള പൂ ഇവിടെ അധികം ഇല്ല. ദൈവത്തിന് മാത്രമേ ഇത് പറിക്കുള്ളൂ നമ്മൾ. ഇതൊരു ചെറിയ ലില്ലിയാണ്. ഇത് വലിയമര വീട്ടിൽ നമ്മൾ പറിച്ചാണ് ലില്ലി. പിന്നെ ഇത് അയ്യോ കുഞ്ഞ് തെറ്റി നോക്കി, തീരെ കുഞ്ഞാണല്ലേ ഇത്. ഭയങ്കര കുഞ്ഞ് തെറ്റിയാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ അല്ല. ഇത് ചായ മാഞ്ച എന്ന് പറയും. BP-ക്ക് നല്ലതാണെന്ന് പറയും. പക്ഷെ അച്ഛനെതിരെ ഇതൊന്നും കൊടുത്തിട്ടില്ല. കാരണം അമ്മയ്ക്ക് പേടി ഇതൊക്കെ കൊടുക്കേ. ഇത് അതിലെന്തോ കറയുണ്ട്, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് നമ്മ കൊടുക്കാത്ത കേട്ടോ. ഇതെന്ന് പറയുന്നത് പൈനാപ്പിൾ ആണ് കേട്ടോ, പൈനാപ്പിള്. പിന്നെ ഇത് കണ്ട ഗൈസ്, ഇത് നിങ്ങൾക്ക് ഊട്ടിയിൽ മാത്രമല്ല ഇവിടെയും കിട്ടും. യൂക്കാലിപ്റ്റസ്. നല്ല മണം. യൂക്കാലിപ്റ്റസിന്റെ മണമാണ് കറക്റ്റ്. ഇതും വലിയ മരമായിടെ. ഞാൻ ഇതിനെ കുഞ്ഞിലായപ്പം കണ്ടതാണ്. ഇപ്പം എന്താ വലിയ ഒരു സ്ത്രീയായി മാറി, ഇതൊരു അല്ലെങ്കിൽ പുരുഷനായി മാറി. പിന്നെ ഗൈസ് ഇത് കണ്ട, ഇതൊരു വെള്ളത്തെറ്റിയാണ്. ഇതിൻ്റെ അകത്ത് കുറേ കാട് പോലും ഉണ്ട്. വെള്ളത്തെറ്റി ഇത് കാണാൻ വേണ്ടി പറ്റില്ല, അത് കുറച്ച് മൊട്ടായിരിക്കണേ വെള്ളത്തെറ്റി. പിന്നെ ഇത് നമ്മളെ ഡ്രാഗൺ. ഇതിന്റെ കുഞ്ഞാണ്. ഇതിന്റെ അമ്മയെ ഞാൻ കാണിച്ചുതരാം. പിന്നെ എവിടെ മഞ്ഞക്കുള്ള ഡ്രാഗൺ എന്ന് പറഞ്ഞു. ഗൈസ് നോക്കിക്കേ, പാഷൻ അതിന്റെ ഇടയിലും ഉണ്ട്. ഇത് പറിക്കട്ടാ പഴുക്കണം ഗൈസ്. നമുക്കപ്പോൾ പാഷൻ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇതുവരെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല. അതേപോലെ ഇവിടെ വേറെയും കുറേ ഉണ്ട്. പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇത് മരിച്ചിന് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മരിച്ചിനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നട്ടേക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. പിന്നെ വീണ്ടും ഒരു തുളസി. പിന്നെ നമ്മളെ കുരുമുളക് ചെടി. നമുക്ക് ഈ വീട്ടിൽ കുരുമുളകിന്റെ ആവശ്യമേ വന്നിട്ടില്ല. നമ്മൾ ഇതിനാണ് കൂടുതലും എടുക്കുന്നത്. ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും കുരുമുളക് ഓൾറെഡി ആയി കഴിഞ്ഞു. സോ ഇതെല്ലാം ഇഷ്ടം പോലെ നമുക്ക് കുരുമുളക് വരുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യം കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുഞ്ഞു റോസാണ് കേട്ടോ. ഇച്ചി പോരെ ഇത് വരുള്ളൂ ഈ ഒരു റോസ്. പക്ഷെ അത് പൂത്തിട്ടില്ല. പൂക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു റെഡ് റോസ്. നമ്മൾ ഈ ഐ ലവ് യു ഒക്കെ പറയുമ്പോൾ നമ്മൾ ലവേഴ്സിന് കൊടുക്കുന്ന റെഡ് കളർ റോസ് ഉണ്ടല്ലോ, അതാണ് ഈ സാധനം. ഓക്കെ. പിന്നെ ഇതിന്റെ കളർ കണ്ട അടിപൊളിയല്ല, വെറൈറ്റി സാധനം. ഇതൊരു തരം റോസാണ്. പിന്നെ
ഇത് ഗൈസ് ഇതിനൊരു ഗരം മസാല, ഒരു സുഗന്ധവർദ്ധിനി. അമ്മ ഇതിന് സുഗന്ധവർദ്ധിനി എന്നാണ് പറയണത്. ഇതിന് സുഗന്ധവർദ്ധിനി. അടിപൊളി മണമാണ്. മണത്ത് പോകാനാണ് നല്ല രസം. ഇത് കറിക്ക് ഉപയോഗിക്കുന്ന സാധനം, മണക്കാനുള്ള കറിക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ഓക്കെ, പിന്നെ ഇതെന്തോന്ന് ചെടി? ഈ വീട്ടിൽ ഇതുവരെ ഞാൻ ഇത് കണ്ടിട്ടില്ലല്ലോ. ഇതെന്തോന്ന് ചെടി? അതാ മറ്റേ വിഷം എന്നൊക്കെ പറഞ്ഞ നമ്മളെ പക്ഷികൾ തീർന്നു പറഞ്ഞ സാധനമാണ് കേട്ടോ. ഇതിനില്ലേ ഈ കുഞ്ഞില് നമ്മൾ ഈ കുഞ്ഞിലെ സ്കൂളിലൊക്കെ ഈ സാധനം കിട്ടുമായിരുന്നേ. ഈ സ്കൂളിന്റെ അവിടെയൊക്കെ മരങ്ങളിൽ ഇത് കാണും. അമ്മ പറയാം അത് കഴിച്ചത് ചത്തോന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടേ ഇനി വേണം എനിക്ക് കഴിക്കാൻ, ചാവില്ലെന്ന് അറിയണമല്ലോ. ജറപറ വന്നിട്ടുണ്ട്. ഇത് ഏത് കളറാ? റെഡ് കളർ ജറപറയാണേ. പിന്നെ ഇതെല്ലാം കാണിച്ചില്ലേ? പിന്നെ ഇതാ ഇതൊരു തരം വഴുതനയാണ്. ഇതിന്റെ ആ കാ വന്നാൽ മാത്രമേ നമുക്ക് ഏത് ഇനം ഒന്നും പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് നമുക്ക് ഈ സെക്ഷനിൽ പോകണം, ഈ സെക്ഷനിൽ പോകാം. ഇതിലാണ് കുറച്ചും കൂടെ എനിക്ക് ഒരു കാര്യം എനിക്ക് കാണിച്ചു തരാറുണ്ട് ഗൈസ്. ഇത് നമ്മളുടെ പ്രോമിഗാനറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ പ്രതീക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇത് നമ്മുടെ നീം ലീഫാണ് കേട്ടോ, വേപ്പില. തലയിലൊക്കെ നമ്മൾ എണ്ണ തേക്ക് ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൂട്ടിൽ നവരയിലും കൂടെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ചെറിയാണ് ഗൈസ്, നമുക്കിത് കിട്ടിയിട്ടുണ്ട് അല്ലേ ഏട്ടാ? ഇപ്പോഴും കാ വരുന്നുണ്ട്, ചെറി ഇഷ്ടംപോലെ പൂത്ത് വരുന്നുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കൂടെ കാണിച്ചു തരാം. ഇങ്ങ് വാ, വന്നേ. ലൗലോലിക്ക ഫൈനലി വന്നിരിക്കുന്നത് 2.5 വർഷത്തിന്റെ മരമാണ് കേട്ടോ. ഇപ്പോഴാണ് അത് കായ്ച്ചു തുടങ്ങിയത് പോലും ഗൈസ്. ഫൈനലി ഐ എം സോ ഹാപ്പി. പിന്നെ ഇത് കണ്ട, ഇത് നമ്മളുടെ പേരെന്താ, ആത്തിച്ചക്ക. നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റേ നമ്മളെ നാട്ടിൽ ആത്തിച്ചക്ക ഒരു മുള്ളു പോലിരിക്കുന്ന സാധനം ഇതാണ് കേട്ടോ. അത് പിന്നെ ഇത് നമ്മളെ നെല്ലിക്ക ഗൈസ്, നമ്മളെ നെല്ലിക്ക. ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിരിക്കണം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാത്ത. ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ നെല്ലിക്ക ഗൈസ്? അതിപ്പോൾ വളരുന്നതേ ഉള്ളൂ കേട്ടോ. ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഏട്ടൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നതാണ് ഇത്. നടക്കും, അതൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. നമ്മളുടെ സപ്പോർട്ടാ ഗൈസ്. തൂങ്ങി കിടക്കണ കിടപ്പ് കണ്ട അപ്പാരം സാധനമാണ് കേട്ടോ. നമുക്ക് ഇതുവരെയും തൂങ്ങി കിടക്കണത് വെയിറ്റ് കാണുമല്ലേ? ഞാൻ വിചാരിച്ചത് ഇതെന്ത് സംഭവിച്ചു പോയായിരുന്നു. നിറച്ചെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കിട്ടില്ലെങ്കിൽ സപ്പോർട്ട് എപ്പോഴും ഇങ്ങനെ നിറച്ച് കൊല എപ്പോഴും നിൽക്കുക. അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ സ്വന്തം മൽബറിയാണ് ഗൈസ്. ഇത് മൽബറി ഇത് നമ്മൾ വാങ്ങിച്ച് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുമല്ലോ. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് നിറച്ച് പൂത്തിട്ടുണ്ട്. ഇതിന് പഴുത്ത് എൻ്റെ വയറ്റിൻ്റെ അകത്ത് പോയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. കാരണം ഒരുപാട് ആശിച്ചാണ് ഗൈസ് വാങ്ങിച്ചത്. ഇത് ഞാൻ പ്രൂണിങ് ചെയ്ത ശേഷമാണ് എനിക്ക് ഇത്രയും കാ കിട്ടിയത്. അതിന് മുന്നേ നമ്മൾ വാങ്ങിച്ച ശേഷം 1 കാ 2 കായ ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ പറയും ഇത് എന്ത് തരത്തിൽ ഇങ്ങനെ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പ്രൂണിങ് ചെയ്ത ശേഷം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് കാ കിട്ടിയിട്ടുണ്ട്. ഇത് വാഴ. എന്ത് വാഴയൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല. എന്തൊക്കെയാ വാഴയുണ്ട്? കുഴിപ്പല്ലത്ത് പോയപ്പോൾ കുറേ വാഴയുടെ പേരുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒന്നേ വാങ്ങിച്ചു. അതെല്ലാം ഇവിടെ നട്ടു. അതെല്ലാം ഇത്രയും വളർന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാ ആവുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് എന്തോന്ന് കേട്ടാ, ഇതെന്താ സാധനമാണോ? ബബ്ലി മാസമാണോ? അതോ ബബ്ലി മാസം? ആ ഒരു നല്ല ആരെങ്കിലും ഒരു മാനമുണ്ട്. അപ്പോൾ ബബ്ലി മാസം ആയിരിക്കണം, കാരണം ബബ്ലി മാസം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വാ, കമോൺ. ഒരു കോമഡി പീസാണ് ഗൈസ് ചക്ക. ഈ പ്ലാവിനെ കണ്ട് എനിക്ക് എൻ്റെ സങ്കടം തോന്നി. എൻ്റെ ഇവിടെ സത്യം ഏറ്റവും കൂടുതൽ ചക്ക ഭ്രാന്ത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ വ്യക്തിക്കാണ്, അമ്മയ്ക്കാണ്. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. പാവം അമ്മ എല്ലായിടത്ത് പോയാലും വരിക്കച്ചക്ക, ചെമ്പരത്തിച്ചക്ക എല്ലാം വാങ്ങി ഇതേപോലെ നട്ടു വയ്ക്കും. പക്ഷെ എല്ലാം ഇങ്ങനെ കുരുടിച്ച് മാത്രമേ ഇരിക്കും. നമ്മൾ വളങ്ങളെല്ലാം യൂസ് എന്നാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. അതിലേറ്റവും കോമഡി എന്ന് പറയുമ്പോൾ എൻ്റെ മൂട്ടീന്ന് 2 ചക്ക വന്നു. അമ്മ വിചാരിച്ച് ഇപ്പം തന്നെ അത് വിളവെടുത്ത് ചക്കക്കറി വയ്ക്കാന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് എന്താ ഇത്രയായപ്പം തന്നെ അതങ്ങനെ വാടിപ്പോയി. ഭയങ്കര സെൻറ്റി ആയിപ്പോയി ഗൈസ്. പിന്നെ ഇത് 2 ചക്ക. നമ്മളെ പപ്പായ ഭയങ്കര വലുതായി കേട്ടോ. അണ്ണൻ ഭയങ്കര സെറ്റായി. പപ്പായ ഭയങ്കരമായിട്ട് വലുതായി ഗൈസ്. വുഡ് ആപ്പിൾ അല്ല, വുഡ് ആപ്പിളാണ്. ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല. ഏകദേശം 2.5 വർഷമായി. 3 വർഷമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ 3ാമത്തെ വർഷം ആകുമ്പോൾ ഇത് കായ്ക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മളെ മാങ്ങ, ഇതിൽ നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് അല്ലേ ഏട്ടാ? ഇതിൽ നിന്ന് ഒരു വലിയ മാങ്ങ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാങ്ങ കാണിച്ചു കൊടുത്താ ഒരു വലിയ മാങ്ങ കേട്ടോ. ഇതിൻ്റെ ഇനം ഒന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് മാങ്ങയാണ്. ഓൾ സീസൺ മാങ്ങയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മുരിങ്ങയ്ക്ക. ഇത് വളരാൻ കാരണം ഞാനാണ്. കാരണം അത് ഭയങ്കര ഇത് കുരുടിച്ചിരുന്നപ്പോൾ ഞാനാണ് ഈ മരം വെട്ടി കൊടുത്തപ്പോൾ ഇതിങ്ങനെ വലിയ പമ്പിലിച്ച് വലിപ്പമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ സാധനം കൂടെ ഞാൻ കാണിച്ചിരാം. അതിൻ്റെ അകത്ത് കയറണതാണ് ഭയങ്കര എടുത്താൽ. നമ്മളെ വേറെ പപ്പായ കേട്ടോ. ഇതാണ് നമ്മളെ സെക്കൻഡ് പപ്പായ. നമ്മളെ വീട്ടിൽ ആദ്യത്തെ പപ്പായ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് സെക്കൻഡ് പപ്പായ, അത് 3rd പപ്പായ. പിന്നെ കാണിച്ചെടുത്ത മുരിങ്ങയ്ക്ക ഗൈസ് വന്നിരിക്കുന്നത്. ഫൈനലി നമ്മളെ ഫസ്റ്റ് മുരിങ്ങയ്ക്ക ഇതായിരിക്കുന്നത്. കണ്ടില്ലേ? കണ്ടോ ഗൈസ്? കണ്ടോ നിങ്ങള്?
കണ്ടാ ഫസ്റ്റ് മുരിങ്ങിക്കാണ് ഗൈസ്. അതിന്റെ മാളില് പൂള് വന്നിട്ടുണ്ട്. അടിപൊളി. ഫസ്റ്റ് മുരിങ്ങിക്ക് ഒരേ ഒരു മുരിങ്ങിക്ക് വന്നാണ് ഫസ്റ്റ് മുരിങ്ങിക്ക്. ഇതാണ് അമ്മര. രണ്ടെണ്ണം വന്നു ഇവിടെ. രണ്ടെണ്ണം. ആ അമ്മ രണ്ടെണ്ണം വന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നേ കണ്ടോളൂ. എന്നാ പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. ഇതാണ് മരിച്ചിരിച്ച. എൻ്റെ പേരെന്താണ്? മൈലാഞ്ചി. മൈലാഞ്ചി എന്ന് പറയും. മൈലാഞ്ചി ഗൈസ്. നമ്മളുടെ വലിയ കൊല, നമ്മളുടെ വലിയ വാഴയാണ് ഗൈസ്. ഏറ്റവും ഹൈറ്റ് കൂടിയ വാഴ. എന്റെ പിന്നെ എൻ്റെ ഇല കാണിച്ചു കൊടുത്തേ. ഇല മോളെ കാണിച്ചു. കണ്ടാ ഒട്ടിപ്പൊളി സാധനം. ഇനി ഇതാണ് നമ്മളുടെ പേരയ്ക്ക. പേരയ്ക്ക നമുക്കിവിടെ നിറച്ച് കായ്ക്കും കേട്ടോ. ഇത് ഓൾ സീസൺ പേരയ്ക്കാണെന്ന് തോന്നുന്നു അല്ലേ അമ്മ? എന്തെന്ന് പറഞ്ഞാൽ പക്ഷെ ഓൾ സീസൺ പേരയ്ക്കാണെന്നാണ് തോന്നാം. ഇത് സ്റ്റാർ ഫ്രൂട്ട് ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാ വന്നിക്കണണ്ട. കാ വന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തതാണ്. വീണ്ടും ചക്ക. ഞാൻ പറഞ്ഞില്ലേ ശംഖുപുഷ്പം. 2 മരങ്ങൾ ഇവിടെ ഇതേപോലെ നിൽക്കുന്നുണ്ട്. ഇതേപോലെ നിൽക്കണുണ്ടാ. ഇത് 2 ശംഖുപുഷ്പമാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും വളർത്തണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെതാ ഇതാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ചേനയുണ്ട്, ചേമ്പുണ്ട്, ചീരച്ചേമ്പുണ്ട്, പിന്നെ മലബാർ സ്പിനാച്ച് ഉണ്ട്. ഇത് മാത്രമേ ഈ സ്ഥലത്തുള്ളൂ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തരണം. കല്യാണ സൗഗന്ധികം. എനിക്ക് ഈ പൂ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വന്ന ഒരാളുണ്ട്, എൻ്റെ അമ്മൂമ്മ. ബിക്കോസ് എനിക്ക് ഭയങ്കര നൊസ്റ്റു തരുന്ന ഒരു സാധനമാണ് കേട്ടോ. അമ്മൂമ്മ നമ്മൾ പണ്ട് അമ്മൂമ്മയുടെ കൂടെയുള്ള നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ അമ്മൂമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് ഇത്. അവിടെ എപ്പോഴും ഫ്രണ്ടിൽ ഇത് നിറച്ച് കാണും. രാത്രി നമ്മളെ വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇത് പൂത്ത് നിൽക്കുമ്പോൾ നല്ല മണമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ പൂ കണ്ട എപ്പോഴും എനിക്ക് അമ്മയെ മിസ് ചെയ്യും. ഐ മിസ് യു അമ്മൂമ്മ ആൻഡ് ഐ മിസ് യു അപ്പൂപ്പൻ. ഞാൻ പറഞ്ഞില്ലേ ഭീമൻ കോവയ്ക്ക. ഇത് ഇങ്ങനെ ഭീമനെ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഭീമൻ കോവയ്ക്ക എന്ന് പറയണത്. ഈ അച്ഛ അത് പറിച്ചിന്ന് രാവിലെ അല്ലേ? നമുക്ക് അച്ഛൻ പറിച്ചു ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ ഇതുണ്ടാ ഇത് വെറ്റിലയല്ല. പകരം പണ്ട് കാലത്ത് നമ്മളെ ഈ പൊട്ടറ്റോയ്ക്ക് പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ് അടത്താപ്പ എന്ന് പറയും. അതാണ് കേട്ടോ ഇത്. അത് വന്നിട്ടില്ല. നമ്മൾ പന്തലായിട്ട് കയറ്റി വിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഇത് ഭീമനല്ല. ഇത് നാടൻ ഭീമനുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഉണ്ട കളറായിട്ടിരിക്കും. ഇങ്ങനെ ഉണ്ടയായിട്ടിരിക്കും. പിന്നെ ഇവിടെ തൊട്ട് അങ്ങ് വീണ്ടും ഒരു പേരെന്തോന്ന് പേര് മറന്നുപോയല്ലേ? ശംഖുപുഷ്പം. ഞാൻ മടുത്ത് കഴിച്ചു ഈ ശംഖുപുഷ്പം കാരണം. ഇതെന്താ? നമ്മളുടെ അലോവേറയുടെ ഫ്ലവർ ആണ് ഇത്. ഫ്ലവർ ഇത് മൊത്തം ഇവിടെ തൊട്ട് അങ്ങ് വരെ അലോവേറ നമ്മൾ നിറച്ച് നട്ടു വെച്ചിരിക്കണം. ബിക്കോസ് നമുക്ക് തലയിലും നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ കൂടുതൽ നോക്കുന്ന ആൾക്കാരോട് നമുക്ക് ഭയങ്കര ആവശ്യം വരും. പിന്നെ ഇതൊരു കോണ് വന്നിട്ടുണ്ട്. നോക്കിയേ കോണ് സ്വീറ്റ് കോൺ. കണ്ടാ സ്വീറ്റ് കോൺ. ഇനി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സ്വീറ്റ് കോൺ ഇവിടെ. നമ്മളുടെ അമ്മ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഗൈസ്. നമ്മൾ ഈ വീട്ടിൽ വന്ന ശേഷം ആദ്യമായിട്ട് നമ്മൾ വളർത്തിയ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത്. അതിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാ തന്നിട്ടുണ്ട്. ഇതാ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരമാണ് കേട്ടോ. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഭയങ്കര ഡിമാൻഡ് ഗൈസ്. ഇതാണ് നമ്മളുടെ ബെയർ ആപ്പിള്. ഇത് പൂത്ത് തുടങ്ങിയില്ല. നമ്മളിപ്പം നട്ടതേ ഉള്ളൂ ഗൈസ്. ബെയർ ആപ്പിൾ ഇത് ഗ്രീൻ അല്ലേ? ഇത് ചോപ്പാണ്, റെഡ് കളറാണ് കേട്ടോ. പിന്നെ വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടിന് പൂവുണ്ടോ വരുന്നത്? ഇതാ ഇല്ലാതെയൊക്കെ നോക്കാം ഡ്രാഗൺ ഫ്രൂട്ടിന്. എനിക്കിഷ്ടമല്ല. ഇത് ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എൻ്റെ ഇടയിൽ. കണ്ടു എൻ്റെ ഇടയിൽ. കാണിച്ചാ? പിന്നെ തുളസി. ഞാൻ പറഞ്ഞ തുളസി. പിന്നെ ഇത് അലോവേറ. പിന്നെ ഇത് കണ്ടാ? ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമ്മൾ മറ്റേ കുറ്റിക്കുരുമുളക് പറഞ്ഞാണ് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പം എന്തെന്ന് അറിഞ്ഞിട്ട് ഇതിപ്പോൾ ക്ലൈം ചെയ്ത് ഇങ്ങനെ വള്ളിക്കുരുമുളകായി മാറിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മാജിക്കാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇത് കണ്ടാ? കുരുമുളക് നിറച്ച് വരുന്നുണ്ട്. കുരുമുളക് നിറച്ച് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ പാൽമുളക് ഗൈസ്. നമ്മൾ ഈ മുളക് നട്ട ശേഷം നമുക്ക് ഇതുവരെ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം പോലെ മുളക് ഇത് തരുന്നുണ്ട്. നമ്മൾ വെളിയിൽ ഇതുവരെ നമ്മൾ മുളക് വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതും കൂടെ നോക്കാം. ഇത് നമ്മളെ വെള്ള തെറ്റിയാണ് കേട്ടോ. വെള്ള തെറ്റി. ഇതെൻ്റെ അമ്മൂമ്മേരെ എന്താ പറയുക, അമ്മൂമ്മ മരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 11 years ആയി. പക്ഷെ എന്നാലും അമ്മൂമ്മേരെ ചെടി അമ്മ അടിച്ചു മാറ്റി. അമ്മൂമ്മേരെ പഠിച്ചു മാറ്റി എന്തോരം താഴെയാണ് കേസ് ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. ഇതെവിടെ നിന്ന് ആരെയാണ് അടിച്ചു മാറ്റിയത്? അത് ഞാൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്ന എന്തോ പറയാണ് കേസ്. ഇത് ബോൺസൈ ഗൈസ്. നമ്മളെ ബോൺസൈ നമ്മളുടെ ഒരേ ഒരു സ്വത്താണ് ഗൈസ്. ഇത് ബോൺസൈ.
പിന്നെ ഇത് എന്തോ ഓർണമെന്റൽ പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗി, അതുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഇത് തെറ്റിയാണേ, ഇത് തെറ്റി. പിന്നെ ഇത് ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എന്തോ ക്യാൻസറിനൊക്കെ ഭയങ്കര ഗുണമുള്ള പ്ലാന്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നൊരു കമന്റ് ചെയ്യുക അത് എന്ത് ചെടിയാണെന്ന്. പിന്നെ ഇത് നമ്മളുടെ ചെമ്പരത്തിപ്പൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് എന്ന് പറഞ്ഞാൽ, ഭയങ്കര രസമുള്ള നിറച്ചെപ്പോഴും പൂത്തിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു കളർ ചെമ്പരത്തിപ്പൂവും കൂടെ ഉണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ വാടിയിരിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കണതാണ്. വീണ്ടും ഇവിടെ നിന്ന് കാണാൻ നിങ്ങൾ മനസ്സിലാവും, അടിപൊളി സീനറിയാണ്. ഇവിടെ നിന്ന് കാണിച്ചെടുത്ത് നമ്മളെ ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. മുളകിനാണ് അത്രയും അടിപൊളിയല്ലേ സാധനം കാണാൻ, നല്ല സീനറി ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മളുടെ ബാൽസം, റെഡ് കളർ ബാൽസം, അത് ഒരു ലൈറ്റ് പിങ്ക് കളർ, ഒരു ഡാർക്ക് പിങ്ക് കളർ ബാൽസം. പിന്നെതാ ചോളം, എന്ത് ഇങ്ങനെ പറഞ്ഞത് ചോളം ഗൈസ്, പുതിയ ചോളം വന്നിരിക്കുകയാണ് വീണ്ടും. പിന്നെ ഇത് നമ്മളുടെ റോസ്, ടേബിൾ റോസ് പോലുള്ളൊരു സാധനം. പിന്നെ മഞ്ഞത്തെറ്റി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ചീര വളർന്നിട്ടുണ്ട്. പിന്നെ അമ്മേരെ ഓർക്കിഡ്, ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ പശ്ചാത്താപം തോന്നിയാണ് ഓർക്കിഡിനെ കണ്ടിട്ട്. ഇതാണ് ഹെലിക്കോണിയ ഗൈസ്. ഇത് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞമ്മ തന്നാണ് കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞമ്മ എനിക്ക് തന്ന ഹെലിക്കോണിയ ചെടിയാണിത്. ഇത് കണ്ടോ, വെറൈറ്റി തരം തെറ്റി. അതിൻ്റെ ലീഫ് കണ്ട, ലീഫ് പോലും വെറൈറ്റി ആണ്. ഇല മീൻസ് ഇത് കണ്ട പൂവ് വൈറ്റ് ആൻഡ് പിങ്ക് കളർ മിക്സ് പോലെ അടിപൊളി സാധനം അല്ലേ. റംബൂട്ടാനെ കാണിച്ചാൽ ഇതാ റംബൂട്ടാൻ പ്രൂൺ ചെയ്തത് അച്ഛൻ റംബൂട്ടാനെ പ്രൂൺ ചെയ്ത് ഗൈസ്. ഇത് പൂവാണ് കേട്ടോ. ഇതേപോലെ ഡാലിയ കണക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ പിന്നിരിക്കുന്ന ഡാലിയ പൂ. നമ്മളുടെ മുല്ലപ്പൂ ഗൈസ്, മുല്ലപ്പൂ അടക്കുമുല്ല, അടിപൊളി മണമാണ്. അയ്യോ, നമുക്ക് ഓണം ഇടാൻ വേണ്ടി വേണ്ട, ഇത് വെച്ചേക്കാം, നമുക്ക് പറിക്കണം ഇതല്ല. പിന്നെ ഇങ്ങ ബാ ഗൈസ്, ഇത് ഒരു കാണിച്ചിട്ട് ഇതുണ്ടോ, ഇതിങ്ങനെ വീട്ടിലിങ്ങനെ തൂക്കിടുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് ഞാൻ വീട്ടിന്റെ ബാൽക്കണിയിൽ തൂക്കിയിടാൻ സ്ഥലം ഇല്ലാത്തതാണ് നമ്മളിത് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഇതൊക്കെ അലോവേറയാണ്. പിന്നെ ഇതേപോലെ നമ്മൾ ഈ തൂക്കിയിടണ ചെടികളാണ് കേട്ടോ ഇതെല്ലാം. അവിടെ ഇങ്ങനെ സ്ഥലമില്ല തൂക്കിയിട, അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് തുളസി, കൃഷ്ണ തുളസി അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടല്ലേ, ടച്ച് വുഡ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഇതിങ്ങനെ വളർന്ന ഒരു ചെടിയല്ല, ഫ്ലവർ ആണ്. ഇതിങ്ങനെ വളർന്ന ഫ്ലവർ. നമ്മളെ സ്പൈഡർ പ്ലാന്റ്സ്, കുഞ്ഞ് സ്പൈഡർ പ്ലാന്റ്സ് കാണിച്ചു കൊടുത്തത്. ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, ഹാങ്ങിങ് ഫ്ലവേഴ്സ് ആണ് ഇതെല്ലാം, ഫ്ലവേഴ്സ്. പിന്നെ നമ്മളെ രാമതുളസി, ഒരേ ഒരു രാമതുളസി മാത്രം നമ്മൾ വച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങ വാ, ഇതാണ് നമ്മളുടെ ബുഷ് ഓറഞ്ച് ഗൈസ്. ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ആണ്. ഓറഞ്ച് അല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ ഇത്ര സൈസേ ആവുള്ളൂ കേട്ടോ. ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത്. പിന്നെ വീണ്ടും വാഴ, ഇത് ഏതോ വെറൈറ്റി വാഴയാണ്. പിന്നെ നമ്മളെ ബെയർ ആപ്പിൾ ഗ്രീൻ ആണ് കേട്ടോ, ഗ്രീൻ കളർ ബെയർ ആപ്പിൾ ആണിത്. റെഡ് ഞാൻ നേരത്തെ കാണിച്ചത് ഗ്രീൻ കളറും. പിന്നെ നമ്മളുടെ കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഇത്. ഇത്രയും നമുക്ക് ഇവിടെ നിന്ന് റോഡ് കാണാൻ പറ്റും ഗൈസ്, നോക്കിയേ. നമ്മളെ ഓപ്പോസിറ്റ് അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയാണ്, അതുകൊണ്ടാണ് ആ സൈഡിലേക്ക് ഇങ്ങനെ ലൈറ്റ് പോലെ ഇട്ടേക്കുന്നത്. ഇത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. ഇതിൽ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഇല്ല. ഈ രണ്ട് വെറൈറ്റി മാത്രമേ ഇവിടെ ഇപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ ആത്തിച്ചക്ക, അവിടെ ഒരു ആത്തിച്ചക്ക ഉണ്ട്, ഇവിടെ ഒരു ആത്തിച്ചക്ക ഉണ്ട്. എനിക്ക് ഭയങ്കര ചൈന സൗണ്ട്, റോഡിൽ നിന്ന് ആരെങ്കിലും എന്നെ കാണുമെന്നുള്ളൊരു ഇത് ഞാൻ സംസാരിക്കുന്നു. പിന്നെ ഇത് ഇങ്ങനെ വാഴ, വാഴ വലിയ ഇലയുള്ള വാഴ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നപ്പം ആദ്യമായിട്ട് നട്ട് വളർത്തിയ ചക്ക ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്റെ കൂടെ ആര് വരണം നോക്കിയേ, എന്റെ കണ്ണും അമ്മ സുന്ദരൻ വന്നേക്കുന്ന ആരും നോക്ക്. എന്റെ വേറെ സുന്ദരൻ വന്നേക്കുന്ന, എന്റെ വേറെ സുന്ദരൻ, അമ്മന്റെ സുന്ദരൻ. എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ പോയി. ഇത് നമ്മൾ ആനമുദ്രയാണ്. നിങ്ങൾ കാണിച്ചാൽ എന്തെങ്കിലും ആനമുദ്ര ഉണ്ടാവുന്നോ? നമ്മൾ ആനമുദ്ര നേരത്തെ ഉണ്ടായിരുന്നു കേട്ടാ, പക്ഷെ ഇപ്പൊ അതിന്റെ നമ്മൾ നേരത്തെ പറിച്ചു രണ്ടെണ്ണം. നല്ല നമ്മൾ ആനമുന്തിരി ഉള്ളത് പറയില്ല, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ്, നല്ല സ്വീറ്റ്നെസ് ഉള്ള സാധനമാണ്. ഇത് നമ്മളുടെ വേറൊരു ഇനം വാഴ. ഇതാണ് നമ്മളെ പപ്പായ ഗൈസ്, പപ്പായ. പിന്നെ അത് വേറൊരു ഇനം വാഴ. ഇവിടെ ഫുൾ വാഴകളുണ്ട് കേട്ടോ. ഈ സെക്ഷൻ മൊത്തം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന വാഴ അല്ലെങ്കിൽ പ്ലാവ്, മാവ് അങ്ങനത്തെ സാധനങ്ങളാണ്. അയ്യോ, ഇതിനെ എങ്ങനെ നിങ്ങൾ കാണിക്കാതിരിക്കും? നമ്മളെ നാരങ്ങ കണ്ടോ ഗൈസ്, നാരങ്ങ. അമ്മ മുള്ളാണ് എവിടെ ഇരിക്കുന്നത്. നാരങ്ങ നമുക്ക് നിറച്ച് കിട്ടും കേട്ടോ ഇവിടെ. നാരങ്ങ നിറച്ച് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഉണ്ട്, സോറി, ഇവിടെയുണ്ട്, ഇതാ അവിടെയുണ്ട്. അമ്മ മുള്ളുണ്ടേ. ഇവിടെയുണ്ട് 4 നാരങ്ങയുണ്ട് ഗൈസ് നമുക്ക്. ഇതിന് മുന്നേ നമുക്ക് നേരത്തെ കിട്ടി. ഇതാണ് വെറിഗേറ്റഡ് പേര എന്ന് പറയും.
ഇത് ഇതുവരെയും ഞാൻ കാ ഉണ്ടാക്കണ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ വരും. പക്ഷെ ഇതുണ്ടാ, നിങ്ങൾ വിചാരിക്കും ഇത് കായാണെന്ന്, പക്ഷെ അല്ല. ആ ചെടി നിങ്ങളെ കള്ളം പറ്റിക്കുന്നതാണ്. പകരം അതെന്താ, അത് ഇലയാണ്. അതിങ്ങനെയായിട്ട് ഇല പോലെ വരും. എന്തല്ലേ. സോ ഫൈനലി നമ്മളുടെ ടെറസ് ടൂർ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇനി വീണ്ടും എന്തെങ്കിലും നമ്മൾ ചെടി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എടുക്കണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നും സെറ്റ് ആയിട്ടില്ലായിരുന്നു, എല്ലാം അലങ്കോലട്ടം കിടക്കായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞ് നിന്റെ സ്വഭാവം എനിക്കറിയാം, നീ എടുക്ക്, അല്ലെങ്കിൽ നീ പിന്നെ ഇനി ഒരിക്കലും എടുക്കാൻ വേണ്ടി പോകണില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ മടിയൊക്കെ മാറ്റി ഞാൻ വന്ന് എടുത്തത് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ചെടി സെക്ഷൻസ് ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതപ്പം ചെയ്യുന്നേക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന 2 വ്യക്തികളെ ഞാൻ കാണിച്ചു വേണ്ടി പോകണം. ആ ചുരിദാർ ഇട്ടിരിക്കുന്ന വ്യക്തിയല്ല കേട്ടോ, അവൾ ആണ്ടിലുണ്ടേ മാത്രമേ ഇപ്പൊ വരുള്ളൂ. ഇപ്പൊ വീഡിയോ എടുക്കണോണ്ട് ഞാൻ പറഞ്ഞു, മാളു വീഡിയോ എടുക്കണോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന കോലം കണ്ട വീഡിയോ എടുത്ത് പറഞ്ഞപ്പോ അവള് റോഡി ഇട്ടോണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുങ്ങി ഐലൈനറും വലിയ തൂണ കമ്മലൊക്കെ ഇട്ടുകൊണ്ടാണ് അവള് വന്നത്. ഇവള് ടെറസിന് വേണ്ടി വരെയില്ല ഗൈസ്. ആണ്ടിൽ ഒരിക്കൽ വലുത് ടെറസ് ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇതോ അച്ഛൻ ഇപ്പൊ പന്തല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, മറ്റേ പൊട്ടറ്റോ പോലെ സാധനം, അതിന് കയറി വിടാൻ വേണ്ടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറെ 2 അതിഥികളും കൂടെ വരും. എന്റെ മൂത്ത മുളയ കിങ്ങിണിയും. പിന്നെ ഇതാ നോക്ക്, എങ്ങനെ അപ്പുറത്തോട്ട് കടക്കാം എന്ന് തിങ്ക് ചെയ്യണ എന്റെ നോട്ടി ബോയായ ഡെസ്റ്റിനിക്ക് ക്യാമറ ഇഷ്ടമായില്ല. ഡെസ്റ്റിനി ഒന്ന് ചിരിച്ചേ, ക്യാമറ നോക്കി ഒന്ന് ചിരിച്ചേ. ഡെസ്റ്റിനി ക്യാമറ നോക്കി ഒന്ന് ചിരി. അവള് വേണമെങ്കിൽ ചിരിക്കാം. ഡെസ്റ്റിനിക്ക് ചിരിച്ച്. ഡെസ്റ്റിനി ക്യാമറ നോക്കി ഒന്നൊരു ചിരിച്ചേ. ഡെസ്റ്റിനി ഒരു ക്യാമറ നോക്കി ഒരു ചിരിച്ചേ. അവന് ക്യാമറ ഒന്നും ഇഷ്ടമല്ല, മനസ്സിലായില്ല. അവൻ കുറച്ച് ജാടയാണ്. നിങ്ങൾ കാണണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വരണം. അവനെ കാണണമെങ്കിൽ അവൻ എന്തോ നിങ്ങൾ വിചാരിച്ചേക്കണം, കിട്ടില്ല അവന്. അപ്പം പിന്നെ വേറെ വ്യക്തി പിന്നെ അമ്മയും കൂടെ കയറി കേട്ടോ. ഞാനും വരും, ഏട്ടനും വരും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനെ പരിപാലിച്ച് നോക്കുന്ന അമ്മയും അച്ഛനും കൂടിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പിന്നെ നമ്മൾ ഹാർവെസ്റ്റ്, ഇന്ന് നമ്മൾ ചെയ്ത ഹാർവെസ്റ്റ് ആണ്, തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് കുറച്ചും കൂടെ പറിക്കാൻ. പക്ഷെ ഭയങ്കരമായിട്ട് ഞാനില്ലേ ഹാർവെസ്റ്റ് ചെയ്തും വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഇരുട്ടിയാൽ നിങ്ങൾക്ക് വീഡിയോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു ആദ്യം വീഡിയോ എടുക്കുക, എന്നിട്ട് നമുക്ക് വീണ്ടും ബാക്കി ഹാർവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് ചെയ്തുകൊണ്ടിരുന്ന. ഇത്രയും ഉണ്ട്, ഇനിയും ഉണ്ട് പറിക്കാൻ. സോ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു ടെറസ് ഗാർഡൻ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. നമ്മളെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം, അത് മറക്കാതെ ചെയ്യണം. പിന്നെ വേറെ നിങ്ങളുണ്ട്. ആൻഡ് ഹാപ്പി ഓണം. ഇന്ന് 1ാം ഓണമാണ്, നാളെ തിരുവോണം. സ്വന്തമായിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്തത്. സോ എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മുടെ ഫാമിലി വക. ഫാമിലി ഫുൾ ആയിട്ടില്ല, കാരണം എല്ലാവരും ഓരോ ജോലി ആയിട്ട് ഞാൻ എല്ലാവരുടെയും ഒരു ബിഹാഫ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത്രേ ഉള്ളൂല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. This is Saadi signing off. Tata, love you, take care.